ശ്രീ ജിൻഡോ, സർക്കാർ ഈ മദ്യനയം കൊണ്ടുവരുമ്പോൾ എക്സൈസ് മന്ത്രി പറയുന്നത് മുൻ വർഷത്തെ മദ്യനയത്തിന്റെ തുടർച്ച മാത്രമാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. മാത്രമല്ല, രണ്ട് കാര്യങ്ങളാണ് സർക്കാർ ഈ മദ്യനയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഒന്ന്, ലഹരിയോടുള്ള ആസക്തി കുറയ്ക്കുക. രണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരി മുക്തമാക്കുക. ഇത് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മദ്യത്തെ വ്യവസായമായിട്ടാണ് സർക്കാർ കാണുന്നത്, മദ്യത്തിന്റെ കയറ്റുമതിയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന്. ഈ പറഞ്ഞ കാര്യങ്ങളോടുമൊക്കെ യോജിച്ചു പോകുന്ന മദ്യനയമാണോ ഈ പുറത്തു വന്നിരിക്കുന്നത്? ശ്രീ ഗോപി, നമ്മൾ ഈ ചർച്ചയിൽ എന്നിലേക്ക് വരുന്നതിന് മുമ്പ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി കാണിച്ചത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ച കാണുമ്പോൾ ആളുകൾക്ക് തോന്നുക സത്യത്തിൽ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു കേട്ടാൽ മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം മദ്യപാന സംഘടനയുടെ പ്രതിനിധിയാണ്. പറഞ്ഞ ഒരു കാര്യം മനസ്സിലായി കേട്ടോ ജിൻഡോ, അദ്ദേഹം മദ്യപാന സംഘടനയുടെ പ്രതിനിധിയാണ്. അല്ല, എനിക്ക് അതെ എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പില്ല. അദ്ദേഹം പറഞ്ഞ പോയിന്റിന് ഞാൻ ഉൾക്കൊള്ളുകയാണ്. കാരണം നമ്മൾ കേരളത്തിൻ്റെ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കേരളത്തിൽ മദ്യപിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പാണ്. ഒന്ന്, ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഘട്ടം ഘട്ടമായിട്ട് മദ്യത്തിൻ്റെ അളവ് കുറച്ച്, ലഭ്യത കുറച്ച്, മദ്യവർജനമാണ് ഞങ്ങളുടെ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് അന്തരിച്ചു പോയ KPS ലളിതയെയും ഇന്നസെൻറ്റിനെ കൊണ്ടൊക്കെ പരസ്യം ചെയ്യിപ്പിച്ച് ഒരു നയവഞ്ചന നടത്തിയ ഒരു സർക്കാരാണ്. അതിനുശേഷം ഇപ്പോൾ നിരവധി ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, അതുപോലെ കള്ള് ഷാപ്പുകളുടെ ഇത് വർദ്ധിപ്പിക്കുന്നു, അതുപോലെ ഹോട്ടലുകൾക്ക് മദ്യം കൊടുക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച മദ്യപ സംഘത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, വിൽപ്പനയിലൂടെ മാത്രമല്ല കേരളത്തിലെ സർക്കാർ പണം ആർജിക്കുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്ന സാധാരണ മനുഷ്യരെ ഏതൊക്കെ രീതിയിൽ കൊള്ളയടിക്കാമോ അതിൻ്റെ മുഴുവൻ ഗവേഷണം നടത്തിയ ഒരു സർക്കാർ കേരളത്തിലുള്ളത്. മദ്യത്തിൻ്റെ വില ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നു. 300-400 ഇരട്ടി മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ച് മദ്യം വിൽക്കുന്നു, സാധാരണക്കാരെ കൊള്ളയടിക്കുന്നു. ഇത് ഒരു ചെറുതടിച്ചിട്ട് പോകുന്നയാളെ വഴിയിൽ വണ്ടി തടയുന്നു, പിടിക്കുന്നു, ഇനി നടന്നു പോകുന്നയാളെയും പിടിക്കുന്നു, അങ്ങനെ പിടിച്ച് അവരിൽ നിന്ന് ഫൈൻ ഈടാക്കുന്നു. അങ്ങനെ രണ്ട് രീതിയിലും സർക്കാർ ഈ സാധാരണക്കാരായിട്ടുള്ള മദ്യവരെ കൊള്ളയടിക്കുകയാണ്. ഇനി സർക്കാരിന്റെ നയത്തിന്റെ ഒരു പ്രശ്നം, ഇത് മദ്യം നമ്മൾ വ്യവസായവൽക്കരിക്കാൻ പോകുന്നു, അതൊക്കെ മദ്യം കയറ്റുമതി ചെയ്യാൻ പോകുന്നു. കുറച്ചു കാലം മുമ്പാണ് ഇവിടെ ക്യൂബയുമായിട്ട് സഹകരിച്ച് വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുമെന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ പ്രസ്താവന നടത്തിയത്. ഇപ്പോൾ അങ്ങനെ വാക്സിൻ ഒന്നും കയറ്റുമതി ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ പല അഭിപ്രായം ഇവർ പറയും. പക്ഷേ പരമാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ബാറുകൾക്ക് കൂടുതൽ ലൈസൻസ് കൊടുക്കുക, കൂടുതൽ ഷാപ്പുകൾ അനുവദിക്കുക, അങ്ങനെ കുറേ പണം ഉണ്ടാക്കി അടുത്ത പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പണം ആർജിക്കുക. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ UDF ഭരിക്കുന്ന കാലത്തൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും വലിയ രീതിയിൽ പ്രതിരോധങ്ങളും തീർത്ത ആളുകളെ ഒന്നും നമ്മൾ കാണുന്നില്ല. ഞാൻ പറയുന്ന മദ്യം സമൂലമായിട്ട് നിരോധിച്ചാൽ ഈ സംസ്ഥാനത്ത് അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഗുണമുണ്ടാകുക എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പഠിച്ച് പഠന വിധേയമായിട്ട് പറയേണ്ടതാണ്. ഒറ്റയടിക്ക് മദ്യം നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം ജിൻഡോ, ഈ മദ്യത്തെ വ്യവസായമായിട്ടാണ് സർക്കാർ കാണുന്നത് എന്ന് പറയുന്നതിലൂടെ ആത്മാർത്ഥമായ ഒരു സമീപനം പുറത്തു വരുന്നു എന്ന് താങ്കൾ കാണുമോ? ഞാൻ ചോദിക്കാൻ കാരണം, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 19,088.68 കോടി രൂപയാണ് മദ്യത്തിന്റെ വിൽപ്പന നടന്നത്. അതായത് അതിന് മുൻപുള്ള സാമ്പത്തിക വർഷത്തേക്കാൾ ഏതാണ്ട് 570 കോടി രൂപയുടെ വർധന ഉണ്ടായിരിക്കുന്നു. മദ്യപിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ 3.34 കോടി ജനങ്ങളിൽ 29.8 ലക്ഷം ആണുങ്ങളും 3.1 ലക്ഷം സ്ത്രീകളും ഇപ്പോൾ മദ്യം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് മദ്യത്തെ വ്യവസായമായി തന്നെ കാണും. പിന്നെ മദ്യത്തെ പുറത്തേക്ക് കയറ്റി അയക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും. ഏതാണ്ട് 80% മദ്യം വിദേശത്ത് നിന്ന് വരുന്നു. സംസ്ഥാനത്ത് 20% അതിൽ ഉത്പാദനമുള്ളത്. അതുകൊണ്ട് ഡിസ്റ്റിലറികൾ കൂട്ടി ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പുതിയ മദ്യനയപ്രകാരം. ഇതൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചായി കാണാൻ പറ്റുമോ? അതിനിടയിൽ മറ്റേ ഈ കുറച്ചു കൊണ്ടുവരിക എന്നാണ് ഞങ്ങളുടെ നയം എന്ന് പറയുന്നിടത്ത് മാത്രമാണല്ലോ വൈരുദ്ധ്യമുള്ളത്. ബാക്കിയെല്ലാം ഈ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ തീരുമാനങ്ങളൊക്കെ. അല്ല, ഇത് ഞാൻ പറയുന്നത് ഇതിൽ ഈ ആളുകളുടെ മദ്യാസക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മദ്യശാലകൾ തുറക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഇവരുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പറഞ്ഞ പോലെ ഒരു വൈരുദ്ധ്യാത്മിക ഭൗതികവാദമായിരിക്കും. നമ്മളുടെ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ മദ്യം കിട്ടുമ്പോൾ കൂടുതൽ ആളുകൾ കഴിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ആളുകളുടെ ആസക്തി കുറയും എന്നുള്ളത് അത് എത്തരത്തിലുള്ള പഠനമാണെന്ന് എനിക്ക് വ്യക്തമായില്ല. ഇനി രണ്ട്, ഇതൊരു വ്യവസായമായിട്ട് കാണുന്ന സർക്കാർ എനിക്ക് മുമ്പേ സംസാരിച്ച മദ്യപ സംഘടനയുടെ പ്രതിനിധി സംസാരിച്ച കാര്യം മനസ്സിലാക്കേണ്ടതാണ്. കാരണം വ്യവസായമായി
കൃത്യമായിട്ട് ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തു ഇതിന് ഉപയോഗിക്കുന്ന ഉപഭോക്താവിൽ നിന്ന് വീണ്ടും ഫൈൻ അടിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും കേരളത്തിലെ മദ്യപന്മാരെ എന്തിന് അവർക്കെതിരെ കേസെടുക്കുന്നു, എന്തിന് അവർക്കെതിരെ പല രീതിയിലുള്ള ഫൈനുകൾ ഈടാക്കുന്നു? അപ്പോൾ സർക്കാരിന്റെ ഒരു വ്യാവസായിക ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് വീണ്ടും ഫൈൻ ഈടാക്കുന്നു പറഞ്ഞാൽ അതും ഒരു ഇരട്ടത്താപ്പാണ്. അപ്പോൾ ഈ സർക്കാരിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ല. ഉള്ള കാഴ്ചപ്പാട് പരമാവധി മദ്യശാലകൾ തുടങ്ങുക, പരമാവധി മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുക, ആളുകൾക്ക് കൊടുക്കുക, അതിൽ നിന്ന് പരമാവധി പണം ആർജിക്കുക, അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കുക. അതിനപ്പുറത്ത് യാതൊരു ആത്മാർത്ഥമായിട്ടുള്ള സമീപനവുമില്ല. പിന്നെ കേരളത്തിന്റെ ഖജനാവിലേക്ക് സ്വരുക്കൂട്ടുന്ന പണത്തിന്റെ ഒരു വലിയ വിഭാഗം ഈ മദ്യ വ്യവസായത്തിലൂടെയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടുള്ള മദ്യവർജനവും മദ്യനിരോധനവുമാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് 9 വർഷം മുമ്പ് എന്ത് ആത്മാർത്ഥതയിലാണ് പ്രചരണം നടത്തിയതെന്ന് ഇവർ മറുപടി പറയണം.